Morning. നമുക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ക്ലാസ് ലേറ്റ് ആയത്. Good morning. Good morning, ma'am. Good morning. നെറ്റ് ഇഷ്യൂ ആണോ കേട്ടോ ലേറ്റ് ആയത് ക്ലാസ്? Good morning. Good morning, ma'am. മോർണിംഗ്. ആദിത്യനെ കാണാറില്ലല്ലോ, ക്ലാസ്സിൽ കയറാറില്ല ഇപ്പൊ? അയ്യോ ഉണ്ട്. ആ. PDF കാണുന്നുണ്ടോ? കാണാം മാം. നമ്മുടെ ക്യാപിറ്റൽ എക്വിപ്മെന്റ്സ് വരെയല്ലേ നിൽക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റില്? അതെ, ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്സ്. പിന്നെ അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഡിസ്കാർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലേ, പ്ലാനിങ് ദ എക്വിപ്മെന്റ്. പർച്ചേസിങ് എക്വിപ്മെന്റ്സിന്റെ 9 സ്റ്റെപ്സുകള്, 9 മേജർ സ്റ്റെപ്സ് പറഞ്ഞല്ലേ. ഓക്കെ, അടുത്തത് വരുന്നത് അതിന്റെ മെയിൻ്റനൻസ് ആണ്. ക്യാപിറ്റൽ എക്വിപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് തുടങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ. Scientific approach to restrain the breakdown of an equipment is called maintenance. Scientific approach to restrain the breakdown of an equipment is called maintenance. എന്താണ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഉപകരണത്തിന് ഒരു തകർച്ച ഉണ്ടായാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അതിനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ആണെന്ത് മെയിൻ്റനൻസ് ഓഫ് എക്വിപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അതിന് തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തകരാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഉപയോഗിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അതിന് എന്ത് ചെയ്യും? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. അതിന് മെയിൻ്റനൻസ്, റിപ്പയറിങ്, ഡാമേജ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് വേണ്ട മെയിൻ്റനൻസ് കൊടുത്ത് അതിനെ റിപ്പയർ ചെയ്ത് നന്നാക്കി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അല്ലെ. ഓക്കെ, ഇനി മെയിൻ്റനൻസ് ഓഫ് എക്വിപ്മെന്റ്സിന്റെ ഭാഗം നമ്മൾ മൂന്നായിട്ട് പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു എക്വിപ്മെന്റ് എങ്ങനെയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത് എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ്. ഡൺ പീരിയോഡിക്കലി വൺസ് ഇൻ എ ഇയർ. 2. ഒരു ഉപകരണത്തിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡൺ പീരിയോഡിക്കലി വൺസ് ഇൻ എ ഇയർ എന്ന് പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മളോട് ഉപയോഗിക്കണം. പ്രിവെന്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുന്നത് എന്താണ്?
പീരിയോഡിക്കൽ ആയിട്ട് ആ ഉപകരണം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഉപകരണത്തിന്റെ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും തകർച്ച ഉണ്ടെങ്കിൽ അത് നമ്മൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തിരിക്കണം. പീരിയോഡിക്കൽ ആയിട്ട് ഒരു ക്രമാടിസ്ഥാനത്തിൽ തന്നെ എന്താണ്, ഒരു ഉപകരണത്തിന് ഒരു തകർച്ച ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്തിരിക്കണം. പീരിയോഡിക്കൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ച് ആ ഉപകരണം നന്നാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒന്നും നോക്കാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് അത് മോശമാകത്തേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പീരിയോഡിക്കൽ ആയിട്ട് ആ ഉപകരണം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വർഷത്തില് 2 വർഷത്തിനുള്ളിൽ എന്താണ് അതിന്റെ മെയിൻ്റെനൻസ് പീരിയോഡിക്കൽ ആയിട്ട് നമ്മൾ നടത്തണം. ഓക്കെ, അടുത്തത് എന്താണ്, ഡിറ്റക്റ്റീവ്, കണ്ടെത്തുക. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഡൺ ഫോർ ഫൈൻഡിങ് ഇൻ എ പെർട്ടിക്കുലർ പ്രോബ്ലം. ആ ഉപകരണത്തിന്റെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെ, ഒരു മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന് എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരാനുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ടാവും അല്ലെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. അതെന്താണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ചിലപ്പോൾ എന്താണ്, ആ ഉപകരണത്തിന്റെ എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന ചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ബാറ്ററി സർവീസസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അതിന് എന്തെങ്കിലും എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. ആ പെർട്ടിക്കുലർ പ്രോബ്ലം എന്താണ് ആ ഉപകരണത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക. ഓക്കെ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഡിറ്റക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? യെസ്. ഓക്കെ, അടുത്ത് എന്താണ്, ബ്രേക്ക് ഡൗൺ. The machine will break down and will not work. Activity not completed. Here ideal time and cost high. ഓക്കെ, ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇനി ഒരു പ്രവർത്തനങ്ങളും ആ മെഷീൻസിന് നടക്കുന്നില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് അതിന്റെ പ്രവർത്തനം നിലച്ചു എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, എന്ത് ചെയ്യും നമ്മള്, അത് പിന്നെ നമുക്ക് നന്നാക്കാനായിട്ട് സാധിക്കില്ല. ഓൾറെഡി അത് സ്റ്റക്ക് ആയി പോയി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് മുഴുവനായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അതിനെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ്, അതിനുവേണ്ടി അത് നന്നാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ടൈമും അല്ലെങ്കിൽ അതിന് ആവശ്യത്തിൽ കൂടുതൽ പൈസ അല്ലെങ്കിൽ കോസ്റ്റും ആവശ്യമായിട്ട് വേണ്ടി വന്നേക്കാം. അതായത് പൂർണ്ണമായി നശിച്ചു പോയ ഒരു ഉപകരണത്തിന് പിന്നീട് നമ്മൾ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫുള്ളായിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോയ ഒരു എക്യുപ്മെന്റ്സ് പിന്നീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു എക്യുപ്മെന്റിന്റെ തകർച്ച നമ്മൾ പരിഹരിക്കുന്നത്. ഒന്ന്, പീരിയോഡിക്കൽ ആയിട്ട് എന്ത് ചെയ്യും, അതിന്റെ മെയിൻ്റെനൻസ് പീരിയോഡിക്കൽ ആയിട്ട് ആ ഒരു ഉപകരണം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ എക്യുപ്മെന്റിന്റെ പ്രധാന പ്രോബ്ലം എന്താണെന്ന് രണ്ടാമത് അനലൈസ് ചെയ്യും. പിന്നീട് എന്താണ്, പൂർണ്ണമായിട്ട് നശിച്ചു പോയ ഒരു ഉപകരണമാണെങ്കിൽ പിന്നീട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യില്ല. ഓക്കെ, പിന്നീട് നമ്മൾ രണ്ടാമത് ഇതിനെ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് സമയം പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മള് ആവശ്യത്തിലധികം കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു എക്യുപ്മെന്റ്സിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഒന്ന് വായിച്ചു നോക്കാം മുഴുവനും. ഇത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് shortage of proper and sufficient maintenance in hospital will finally lead to. ഓക്കെ, അതായത് നമ്മള് പ്രോപ്പർ ആയിട്ട് ഈ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം. ഒന്ന്, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. Loss of utilization, revenue owing to failure, breakdown and closure of area of equipment for repairs, loss of goodwill owing to inefficiency and declining standards,
നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സുകൾ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് അഫക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത്? പേഷ്യൻസിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റി അവിടെ ഇല്ലാതാക്കുന്നത് അല്ലെ, മൊത്തത്തിലുള്ള ഹൈജീൻ തന്നെ ഇല്ലാതാക്കാനായിട്ട് ചിലപ്പോ അത്തരം ഉപകരണങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഉപകരണത്തിന് എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകർച്ച വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പൊ സ്കാനിങ് മെഷീൻസോ എക്സ്റേ മെഷീൻസ് എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആ മെഷീൻസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ, ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പൊ പുകയൊക്കെ വരും, നമ്മള് പുക വരാന്നൊക്കെ പറയില്ലേ ചില മെഷീൻസിന്, എന്തെങ്കിലും ചെറിയ രീതിയിൽ തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ആരെയായിരിക്കും ബാധിക്കുന്നത്? ആരുടെ സെക്യൂരിറ്റിനെയാണ് അത് ബാധിക്കുന്നത്? പേഷ്യൻസിനാണ് അല്ലെ? യെസ്. അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകൾ നിരന്തരമായിട്ട് ചെക്ക് ചെയ്യാനും അതിനുവേണ്ടി റിപ്പയറിംഗ് ചെയ്യാനായിട്ടും ആവശ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്ത റിസ്ക് എന്താണ്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓയിങ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ റിപ്പയർസ്. ഇതെന്താ പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. നമ്മള് ആ മെഷീൻസ് ഇങ്ങനെ ഉപയോഗിക്കാതിരുന്ന, ചില മെഷീൻസ് ഉപയോഗിക്കാതിരുന്നാലും നമുക്ക് നഷ്ടം സംഭവിക്കും അല്ലെ? ചില മെഷീൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാതിരുന്ന് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ നോക്കി ചിലപ്പോൾ പ്രവർത്തിക്കണമെന്നുണ്ടാവില്ല അല്ലെ? യെസ്. അപ്പോ അതേപോലെ തന്നെ എന്താണ്, നമുക്ക് എന്ത് സംഭവിക്കാം? ഹോസ്പിറ്റലിന് വരുമാന നഷ്ടവും ഉണ്ടാവും. അതിങ്ങനെ ചിലപ്പോൾ എന്താണ് ഉപയോഗിക്കാതെ രണ്ടാമത് ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് പിന്നെ അതിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരുപാട് എമൗണ്ട് അവിടെ ചെലവാക്കേണ്ട സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോ അത്തരം സിറ്റുവേഷൻസ് അത് ഹോസ്പിറ്റലിനെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർസ്. എന്താ പറയുന്നത്? ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ് ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ എന്ന് പറയുന്നത് എന്താ? ബ്രേക്ക് ഡൗൺ എന്താ? എന്താ പിള്ളേരെ? ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ് ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർസ്. നമ്മൾ ഈ മെഷീൻസ് ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻസ് എപ്പോഴും ബ്രേക്ക് ഡൗൺ വന്നുകൊണ്ടിരുന്നാൽ തന്നെ എന്താണ്, ഇങ്ങനെ റിപ്പയറിംഗ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ എന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോസ് അല്ല ഉണ്ടാവുന്നത്. ഉപകരണങ്ങളുടെ തകരാറ് മൂലം പിന്നെയും റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? യെസ്, അത് പിന്നെയും റിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ വലിയൊരു നഷ്ടം ഉണ്ടാവുന്നത്. ഓക്കെ, എക്യുപ്മെന്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പയർ ചെയ്യാന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പൊ മിക്സി ചീത്തയായി, മിക്സി എന്തോ തകരാറുണ്ട്, നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം നന്നാക്കി, പിന്നെ ഒരു 2-3 മാസം പിന്നെയും കേടായി, പിന്നെയും നന്നാക്കി, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയ ഒരെണ്ണം വാങ്ങിക്കാനുള്ള ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാനുള്ള പൈസ മുഴുവൻ നമ്മളത് നന്നാക്കി കളയും അല്ലെ? അല്ലെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. ആ പൈസ ഉണ്ടെങ്കിൽ പുതിയ ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാനുള്ളതുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മെഷീൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഇരുന്നാലും, അല്ലെങ്കിൽ ചില മെഷീൻസ് ഉപയോഗിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതിനായാലും അതിനും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് രീതിയിൽ ലോസ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വരുമാന നഷ്ടമാണ് സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ ലോസ് ഓഫ് ഗുഡ് വിൽ ഓയിങ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. ലോസ് ഓഫ് ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്? ഗുഡ് വിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താണ് അവിടെ നഷ്ടമാകുന്നത്? നിലവാരം നഷ്ടപ്പെടുന്നത് അല്ലെ? കാര്യക്ഷമമല്ലാത്ത രീതിയിലുള്ള ഒരു സൽപ്പേരാണ് നമ്മുടെ ഹോസ്പിറ്റൽ, ആ റെപ്യൂട്ടേഷൻ ആണ് അവിടെ ഇല്ലാണ്ടാവുന്നത് അല്ലെ? ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കുക. കാരണം എപ്പോഴും തകർച്ചയുള്ള ഉപകരണങ്ങളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പേഷ്യൻസ് മുഖാന്തരം, ഇപ്പൊ പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചാല് അത്
ആ ഹോസ്പിറ്റലിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അതിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാതാകുന്നു. അതായത് കാര്യക്ഷമമില്ലാതെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ടാണ് ഹോസ്പിറ്റൽ ഉപകരണങ്ങളിൽ പലതരത്തിലുള്ള കംപ്ലൈന്റ്സുകൾ ഉണ്ടായെന്നുള്ള വാർത്തകൾ വരാനും അത് വലിയൊരു എന്താ പറയാ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷൻ തകർക്കാനായിട്ട് അത് കാരണമാകുന്നു. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലെ ഗുഡ് വിൽ, നല്ലൊരു സൽപ്പേര് ഇല്ലാതാക്കാനായിട്ടും ഇത്തരം ഒരു കാരണമായിരുന്നു. ദെൻ അതേപോലെ തന്നെ എന്താണ് നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. പിന്നെ എന്താണ് നെറ്റ് റിഡക്ഷൻ? ഒരു ഉപകരണത്തിന്റെ ഫലം നമ്മൾ മെയിൻ്റനൻസ് ചെയ്തില്ല എങ്കിൽ എന്താണ് ആ ഒരു ഉപകരണത്തിന്റെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അവിടെ ഇല്ലാണ്ടാവുന്നത് അല്ലെ. നമ്മള് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നമ്മൾ എത്ര രൂപ കൊടുത്താണ് വാങ്ങിച്ചത്? ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെ. അത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല, അതിനെ മെയിൻ്റനൻസ് ചെയ്തില്ല എങ്കിൽ എന്താണ് നമ്മൾ വാങ്ങിച്ച പൈസയും നഷ്ടമാകും. ഉപയോഗിക്കാതിരുന്ന് അതിന് ആവശ്യത്തിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ച ആ ഒരു മെഷീൻ എന്ത് സംഭവിക്കുന്നു? അതിന്റെ പ്രോപ്പർട്ടി ലൈഫ് തന്നെ ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മള് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ പീരിയോഡിക്കൽ ആയിട്ട് നിരന്തരമായിട്ട് അതിനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാനും നല്ല രീതിയിലൊരു വരുമാന നഷ്ടം ഉണ്ടാകാനും ഇത് കാരണമായിരിക്കാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇതൊന്നും നിങ്ങള് എക്സാമിന് ഇതൊന്നും പെട്ടെന്നൊന്നും നോക്കൊന്നും വേണ്ട കേട്ടോ. സ്ട്രെസ് ചെയ്ത് ഇമ്പോർട്ടന്റ് അല്ല. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ്സ് 9 സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിച്ചു വെക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് ആണ്. എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസില് മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. Then upkeeping, repairs. അങ്ങനെ തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ? കീപ്പിംഗ് ആൻഡ് റിപ്പയർസ് തന്നെയല്ലേ? അതെ. Then periodic cleaning and checking on preventive maintenance, record keeping and procurement of spares. Okay. ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഏത് ഉപകരണമാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴാണ് അതിന് എന്തെങ്കിലും കേടുപാടുകൾ വരാനുള്ള സാധ്യത ഉള്ളത്. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ടി വി കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് പ്ലഗിൽ ചെയ്തില്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കും തോറും അതിൽ എപ്പോഴെപ്പോഴും മിസ്റ്റേക്സുകൾ ഇതിന് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തകരാറുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സാധനമാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ് അപ്കീപ്പിംഗ്, കെയറിംഗ് ആൻഡ് റിപ്പയേഴ്സ്. അപ്കീപ്പിംഗ്, കെയറിംഗ് ആൻഡ് റിപ്പയേഴ്സ് എന്താണ്? ആ ഉപകരണം നമ്മൾ ഒരു സാധനം വാങ്ങിച്ച അത്യാവശ്യം നല്ല രീതിയിൽ നോക്കാൻ അറിയണം അല്ലെ. നമ്മൾ ആദ്യം കുറച്ച് ദിവസം ഒരു പുതിയ സാധനം വാങ്ങിച്ച കുറെ നാള് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം നമുക്ക് അതിന്റെ പുതുമ ഉണ്ടാവും അല്ലെ. എന്ത് സാധനങ്ങളാണെങ്കിലും കുറെ ദിവസം നല്ല രീതിയിൽ നമ്മൾ അതിനെ നോക്കും, പയ്യെ പിന്നെ അതിനെ നോക്കാണ്ടാവും അല്ലെ. അങ്ങനെയാണ് പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിൽ തകരാറുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതിന് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റണം. ഏത് തരം ഉപകരണങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ കെയർ ചെയ്തിരിക്കണം. റിപ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്തെങ്കിലും ഡാമേജസ് വരണ ഉടനെ തന്നെ അത് റിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ് പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. Periodic cleaning and checking in preventive maintenance. എന്താണ്? നമ്മൾ ആ വാങ്ങിച്ച ഉപകരണം നമ്മൾ പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും തരത്തില് മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും തകരാറുകൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ ഉപകരണത്തിന് എന്തെങ്കിലും തരത്തില് പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത രീതിയിലായി പോകും. ഓക്കെ, അതിനാൽ തന്നെ എന്താണ്, കൃത്യമായിട്ട് നമ്മളത് ഏത് ഉപകരണങ്ങളാണെങ്കിലും കൃത്യമായിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്യുക, കൃത്യമായി ചെക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ റെക്കോർഡ് കീപ്പിംഗ്.
എല്ലാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. അതിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് റെക്കോർഡില്? ഏത് ഉപകരണമാണ്, ഏത് സമയത്താണ് വാങ്ങിച്ചത്, അല്ലെ, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻസ്, ഏത് സമയത്താണ് അതിനൊരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായത്, അതെങ്ങനെയാണ് റിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളടക്കം അതിന്റെ ബില്ല് സഹിതം, അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്തെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്നായിരിക്കും ആൾക്കാർ എടുക്കുന്നത്, അല്ലെ, അതുവരെ അത്ര എല്ലാ കാര്യങ്ങളും ആ എക്യുപ്മെന്റ്സിന് വേണ്ടി വന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് റെക്കോർഡില് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാം തന്നെ ഓഡിറ്റ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. അടുത്ത എന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർ. സംഭരിച്ചു വെക്കുക. എന്ത് സംഭരിക്കുന്ന കാര്യമാണ്? സ്പെയർ പാർട്ടുകൾ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പെയർ പാർട്സ്. എന്താണ് സ്പെയർ പാർട്സ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വന്നാൽ അതിന്റെ സ്പെയർ പാർട്സ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? എന്തെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ച് മെഷീൻസിന്റെ ഏതെങ്കിലും ഒരു പാർട്സിലെ ഭാഗത്തിന് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഷോർട്ടേജ് ഒക്കെ വന്ന് ചിലപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ എക്യുപ്മെന്റ് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല, അല്ലെ? അപ്പൊ അതിന്റെ ഏതെങ്കിലും നമ്മൾ ഓൾറെഡി ആ മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് അതിന്റെ സ്പെയർ പാർട്സ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ആ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് സ്പെയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അത് അപ്പൊ തന്നെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർ എന്ന് പറയുന്നത്. സ്പെയർ പാർട്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ മെയിൻ്റനൻസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആ ഉപകരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, കൃത്യമായിട്ട് അതിനെ കെയർ ചെയ്യുക, റിപ്പയർ ചെയ്യുക, പീരിയോഡിക്കലായിട്ട് ക്ലീൻ ചെയ്യുക, പിന്നെ എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടത്തുക, അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർ, അതായത് മെയിൻ്റനൻസ് വന്നാൽ സ്പെയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം അപ്പൊ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റൽസ് ഈ ഒരു രീതിയിലായിരിക്കണം ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കാം യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം? നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും, അല്ലെ? നമുക്ക് യൂസ്ഫുൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് സമയം യൂസ് ചെയ്യും. പക്ഷെ യൂസ് ചെയ്ത് പെട്ടെന്നത് എന്ത് പറ്റും, എന്ത് പറ്റും, തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%. നോ അണ്ടർ ഓവർ യൂട്ടിലൈസേഷൻ. നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരുപാടായിട്ട് ഓവർ യൂസ് ആയിട്ട് എന്ത് ചെയ്യും? അതിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഒരു മിനിമം അല്ലെങ്കിൽ 80 to 90% എന്ന രീതിയിലായിരിക്കണം എന്തുപയോഗിക്കേണ്ടത്? ഒരു മീഡിയത്തിലായിരിക്കണം നമ്മൾ ആ ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോ കണ്ടിന്യൂസ് ഇപ്പോ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ സ്കാൻ ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത്രയും സമയം ആ സ്കാനിങ് മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ? യെസ്. അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും അതിന് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് സമയം എന്ത് കൊടുക്കും? ഒരു 1 hour അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ എന്താണ് അത് ഓഫ് ചെയ്തിടും, അല്ലെ? എന്തിനു വേണ്ടിയാണ് അത് ഓഫ് ചെയ്തിടുന്നത്? മെഷീൻസ് ഓഫ് ചെയ്തിടുന്നത് എന്തിനാണ്? ഓഫ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്യുപ്മെന്റ്സിന് തകരാറുകൾ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെ? അത് നിരന്തരമായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ യൂട്ടിലൈസേഷൻ കുറച്ചേ മതിയാവും, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അതില് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്ത് സാധനമാണെങ്കിലും എന്താണ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 80 to 90% എന്ന രീതിയിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ എക്യുപ്മെന്റ്സ് എങ്ങനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും? ആസ് സ്ക്രാപ്പ് ഐറ്റം ഫോർ സെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്തെങ്കിലും ഡാമേജസ് വന്ന ശേഷം റിപ്പയർ ചെയ്തിട്ടും പിന്നെയും ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്തിനു കൊടുക്കും? സ്കാർപ്പിന് കൊടുക്കും, ലാക്രിക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും?
ചെറിയ ചെറിയ ക്ലിനിക്സുകളോ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ചില ഉപകരണങ്ങൾ അതേ മെയിൻ്റെനൻസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചില ചെറിയ ഹോസ്പിറ്റൽസിനോ ചെറിയ ക്ലിനിക്സിനൊക്കെ കൊടുക്കും. ക്ലിനിക്കുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എക്യുപ്മെന്റ്സ് ഡിസ്കാർഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ചെറിയ ഹോസ്പിറ്റൽസിലേക്ക് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, യെസ്, അങ്ങനെയാണ് അത് ഡിസ്കാർഡ് ചെയ്യുന്നത്. മനസ്സിലായോ? യെസ്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് മുതൽ ഇവിടെ വരെ ഇപ്പൊ എടുത്ത് അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഞാനിപ്പോ വരാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, വായിച്ചു മതി കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ക്യാപിറ്റൽ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള പ്രധാന ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓർഡിനറി പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി പർച്ചേസ്, ക്യാപിറ്റൽ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഉപകരണങ്ങളാണ്. ഓർഡിനറി പർച്ചേസ് എന്ന് പറയുമ്പോഴോ ചെറിയ മുതൽ മുടക്കിൽ വാങ്ങിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ, ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡർ പർച്ചേസ്. എന്താണ് എക്സ്റ്റെന്റ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്? നമ്മൾ വലിയൊരു ഇപ്പൊ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിയാൻ വേണ്ടി, പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനാണെങ്കിൽ നമ്മൾ എന്താണ് ചർച്ച നടന്ന സമയത്ത് ചർച്ച നീട്ടും അല്ലെ. അതായത് എക്യുപ്മെന്റ് നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ടിൽ വാങ്ങിക്കാൻ വേണ്ടി, ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വില കൊടുത്ത് വാങ്ങുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ചർച്ച നടത്തുന്ന സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നെഗോഷിയേഷന്റെ ആ ഒരു പീരീഡ് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്താണ്? നല്ലൊരു എമൗണ്ടിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് വേണ്ടി നല്ല രീതിയിൽ നമ്മൾ നെഗോഷിയേഷൻ അല്ലെങ്കിൽ കൂടിയാലോചന ചെയ്തിട്ടാണ് എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നത്. പക്ഷെ ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ എന്താണ്? നമുക്ക് ഒരു ചർച്ചയുടെ ആവശ്യമില്ല അല്ലെ. ഒരു നെഗോഷിയേഷൻ ജസ്റ്റ് ഒരു ഇത്ര മെറ്റീരിയൽസ് വേണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അവിടെ ഒരു നീണ്ട ചർച്ചയുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് വാങ്ങിക്കണമെങ്കിൽ എന്താണ്? അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചയായിരിക്കണം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ കൂടുതൽ സമയം കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു എക്യുപ്മെന്റ്സ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ ഓർഡിനറി പർച്ചേസിന് അത്ര ആ ഒരു രീതിയിലുള്ള ചർച്ചയുടെ ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? അടുത്തത് ലീഡ് ടൈം റിക്വയർമെന്റ്. ലീഡ് ടൈം റിക്വയർമെന്റ്, ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഇപ്പൊ ലീഡ് ടൈം നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്? ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ്. ലീഡ് ടൈം ആവശ്യമായിട്ട് കൂടുതൽ വരേണ്ടത് എന്തിനാണ്? ലീഡ് ടൈം അറിയാലോ, നമ്മളുടെ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ഗ്യാപ്പ് ആണ് അല്ലെ ലീഡ് ടൈം. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വരാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയം എടുക്കും അല്ലെ, ആണോ? ലീഡ് ടൈം കൂടുതലായിരിക്കും ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്.
ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ അവരുടെ കയ്യിൽ ഇല്ലെന്നാണെങ്കിൽ അത് വരാനായിട്ട് സമയം എടുക്കും അല്ലെ. ആ ഒരു ലീഡ് ടൈം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അത്യാവശ്യം കൂടുതൽ എടുക്കുന്ന എന്തിനാണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണ്. പക്ഷെ ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ അത്ര സമയം ആ ഒരു ലീഡ് ടൈം ചിലപ്പോൾ കുറഞ്ഞത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ എന്താണ് നമുക്ക് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, മനസ്സിലായോ? അതിപ്പോ ലീഡ് ടൈം എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ പർച്ചേസിന് വേണ്ടിയിട്ട് ലീഡ് ടൈം കൂടുതൽ, അതായത് ടൈം ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഓർഡിനറി പർച്ചേസിന് അത്ര ടൈം ആവശ്യമായിട്ട് വരുന്നില്ല. ക്ലിയർ? ഓക്കെ, ഇനി സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇവിടെ എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ ചിലവ് നമുക്ക് എന്തിനാണ് വേണ്ടി വരുന്നത്, ഓർഡിനറി പർച്ചേസിനാണോ ക്യാപിറ്റൽ പർച്ചേസിനാണോ വരുന്നത്? എന്തിനായിരിക്കും? ചിലവാക്കുന്ന തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ഓർഡിനറി പർച്ചേസിന് അത്ര ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ചിലവാക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് എന്താണ്? സ്രോതസ്സിന്റെ ലഭ്യത. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അത് വാങ്ങാൻ ആൾക്കാർ കുറവായിരിക്കും അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് പൈസ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ എടുക്കാൻ, ആ ഒരു എക്യുപ്മെന്റ് എടുക്കാനായിട്ട് ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ ഓർഡിനറി പർച്ചേസിനോ, ഓർഡിനറി പർച്ചേസിന് എന്താണ്, ആളുകൾ കൂടും. അതാണ് തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. ആൾക്കാർ കൂടുതൽ, അതായത് ഓർഡിനറി പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനം പെട്ടെന്ന് കിട്ടും. പക്ഷെ കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്തിനാണ് വരുന്നത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനാണ് അല്ലെ. അല്ലെങ്കിൽ സോഴ്സസ് ആവശ്യമായിട്ട് വരുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനാണ്. അപ്പൊ അതിന് ആൾക്കാർ കുറയുകയും ഇതിനെന്താണ്, ഓർഡിനറി പർച്ചേസിന് ആള് കൂടുകയും ചെയ്യും. ഓക്കെ, അത് മാത്രം ഓർഡിനറി പർച്ചേസിന്റെ ഒരു അത് മുന്നിൽ നിൽക്കുന്നുള്ളൂ. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നതിൽ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഓർഡിനറി പർച്ചേസ് ആണ്. മറ്റേന്ന് വെച്ചാൽ എന്താണ്, കയ്യിൽ നല്ലൊരു എമൗണ്ട് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, yes, these are the difference between ordinary purchase and capital equipment purchase. എന്നൂടി പറയാം, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് നെഗോഷിയേഷൻ സ്റ്റേജ് വളരെ എക്സ്റ്റെൻഡ് ചെയ്ത് നടത്തേണ്ടി വരും. ഓർഡിനറി പർച്ചേസിന് അത് ആവശ്യമായിട്ട് വരുന്നില്ല. ഹൈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനാണ് എന്താ ലീഡ് ടൈം, ലീഡ് ടൈം ആവശ്യമായിട്ട് കുറെ സമയം ആവശ്യമായിട്ട് വരേണ്ടത്. ഓർഡിനറി പർച്ചേസിന് അത്ര സമയം ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ കൂടുതൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, അതായത് സ്രോതസ്സിന്റെ ലഭ്യത ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണ്, ഓർഡിനറി പർച്ചേസിനാണ് അല്ലെ. വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ എന്താണ്, അത് വാങ്ങാനുള്ള ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഓർഡിനറി പർച്ചേസ് നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, നമ്മള് 3 ways to obtain an item in an organization. നമ്മൾ ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് പ്രധാനമായിട്ടും 3 വഴിയിലൂടെയാണ്, അല്ലെങ്കിൽ 3 വേസിലൂടെയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഒന്നെന്താണ്, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ഒന്നല്ലെങ്കിൽ നമ്മൾ അതൊരു പുതിയ ഉപകരണം വാങ്ങിക്കും അല്ലെ. വാങ്ങിക്കുകയാണെങ്കിൽ അത് പുതിയ വാങ്ങിക്കും. അല്ലെങ്കിൽ എന്താണ്, പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഓൾഡ് പഴയ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപകരണങ്ങൾ വാങ്ങിക്കും. അല്ലെങ്കിൽ എന്താണ്, ബൈ ലീസിങ്. ലീസിങ് എന്താണ്, ലീസിന് പാട്ടത്തിന് വാങ്ങുന്ന പറയില്ല നമ്മള്, വാടക എന്ന് പറയുന്ന പോലെ. യെസ്, ഓക്കെ. അപ്പൊ ഒരു ഓർഗനൈസേഷൻസിലേക്ക് നമ്മൾ ഒരു ഐറ്റം വാങ്ങുന്നത് ഈ 3 രീതിയിലാണ്. അതായത് ഒന്ന് പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ പഴയത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയതും കിട്ടിയില്ല പഴയതും ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 ഓപ്ഷൻസ് പോസിബിൾ അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ലീസിങ്, അത് വാടകയ്ക്ക് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ 3 വേസ് ഓർത്തിരിക്കുക. എന്താണ്, ഒന്ന് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ആൻഡ് ബൈ ലീസിങ്. ഓക്കെ, മനസ്സിലായല്ലോ അത്? യെസ്, നെക്സ്റ്റ് വൺ, പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്. അപ്പൊ നമ്മൾ ഒരു പുതിയ എക്യുപ്മെന്റ് ആണ് വാങ്ങിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. To collect the relevant data about the equipment or from the user department.
To invite a quotation from the suppliers, assessment of the quotation of bids. Okay. ഫസ്റ്റ് വൺ എന്താണ്? ഒരു പുതിയ എക്യുപ്മെന്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മൾ നോക്കും. ടു കളക്ട് റെലവെന്റ് ഡാറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഏത് എക്യുപ്മെന്റ് ആണോ വാങ്ങാൻ പോകുന്നത് ആ എക്യുപ്മെന്റ്സിന്റെ ഡാറ്റാസ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് എന്ന് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നല്ല രീതിയിൽ കളക്ട് ചെയ്യും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ആ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇതിന് ഏത് തരം എക്യുപ്മെന്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ റെലവെന്റ് ഡാറ്റ യൂസർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് അത് വാങ്ങിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയേഴ്സ്. എന്താണ്? നമ്മള് സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻസ് കരാറുകൾ സ്വീകരിക്കുന്നു. നമ്മൾ ഏത് എക്യുപ്മെന്റ് ആണോ വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് ആ സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്? അസസ്മെന്റ് ദ കൊട്ടേഷൻ ഓഫ് ബിഡ്സ്. നമ്മൾ സ്വീകരിച്ച കൊട്ടേഷൻ എന്ത് ചെയ്യും? അസസ് ചെയ്യും. അതായത് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? കരാറിലൂടെ മാത്രമല്ല, നമുക്ക് ബിഡ്സിലൂടെയും ഈ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. ബിഡ്സ് എന്താന്ന് പറഞ്ഞ എന്താണ്? ലേലം വിളിക്കാൻ കേട്ടിട്ടില്ലേ നമ്മള്? ലേലം വിളി, ലേലം. യെസ്. ഓക്കെ, അപ്പൊ കൊട്ടേഷൻസ് മാത്രമല്ല, ലേലം വിളി എന്ന പ്രോസസ്സിലൂടെയും നമുക്ക് എന്താണ്? പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചെടുക്കാവുന്നതാണ് അല്ലെ? യെസ്, അങ്ങനെ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ലേലം വിളികൾ നടത്താറുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ ചിലപ്പോൾ ലേലം വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പുതിയ എക്യുപ്മെന്റ്സ് നമുക്ക് വാങ്ങിക്കാനും പറ്റും. ഓക്കെ, യെസ്, കരാറടിസ്ഥാനത്തിൽ മാത്രമല്ല ലേലം വിളിയിലൂടെ കൂടി നമുക്ക് എന്താണ്? പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന്റെ കംപ്ലീറ്റ് റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം സപ്ലൈസിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് സ്വീകരിക്കുന്നു, അക്സസ് ചെയ്യുന്നു. പിന്നെ എന്താണ്? ലേലം വിളിയിലൂടെയും ബിഡ്സിലൂടെയും നമ്മൾ എന്താണ്? ന്യൂ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ന്യൂ എക്യുപ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ന്യൂ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് നോക്കാറ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഇക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ, ടാക്സ് ലൈഫ്, ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യാലിറ്റി, ഇക്കണോമിക് സർവേ, കോസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു ന്യൂ എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന സമയത്ത് അഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ ആണ് എന്ത്? ഇക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. നോക്കാം, it consists of the service life of an asset which reduce have average cost per period of service. It includes time and cost dimension. എന്താണ് ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്? ഒരു ഉപകരണത്തിന്റെ ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ സർവീസ് ലൈഫ് എത്രത്തോളം എന്നുള്ളതാണ് അല്ലെ. അതായത് അതിന്റെ ഒരു മെഷീൻ, പുതിയൊരു ഉപകരണം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ സർവീസ് ലൈഫ് അല്ലെങ്കിൽ അതിന്റെ സേവന നിലവാരം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ എന്താണ്? അതിന്റെ ചിലവും കുറവായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ കോസ്റ്റും കുറവായിരിക്കണം അല്ലെ. അപ്പൊ ഒരു മെഷീൻ വാങ്ങുന്നതിന് നമ്മൾ എത്ര നാളതിന് കംപ്ലൈന്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് എന്താണ് പെട്ടെന്ന് തന്നെ ഒരു കംപ്ലൈന്റ് വരാൻ പാടുണ്ടോ? ഇല്ല. അത് എത്രത്തോളം അതിന്റെ സർവീസ് ലൈഫ് നീണ്ടു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിയ പൈസക്കുള്ള സർവീസ് ആണോ അത് തരുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. അതോടെ തന്നെ എന്താണ്? നല്ലൊരു കോസ്റ്റിനും നല്ലൊരു ടൈം ഷെഡ്യൂളിനനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്നു എന്നൊന്നും കൂടി നമ്മൾ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു പുതിയ എക്യുപ്മെന്റ്സ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ്? എത്ര നാളത് കംപ്ലൈന്റ് കൂടാതെ ഓടും അല്ലെ, എത്ര വാറന്റിയോടുകൂടെ അത് ഓടും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ലേ? നെറ്റ് പോയിട്ടുണ്ടോ? ഹലോ, കേൾക്കാമോ പിള്ളേരെ? യെസ്. നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോ അടുത്ത ക്ലാസ്സിൽ ചിലപ്പോ ഇനി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പോ എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് ലൈഫ് എന്താണ്? സെക്കൻഡ് ഫാക്ടർ എന്താണ്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ, ദ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ ഓർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താണ് ബി എന്ന് പറയുന്നത്? ഫിസിക്കൽ ലൈഫ്. നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഉപകരണത്തിന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾ നോക്കും അല്ലെ. അതായത് ആ മെഷീന്റെ ഉപയോഗം എത്രത്തോളമാണ്,
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ആ വാങ്ങിച്ച ഉപകരണത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറാണ് എന്ത്, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ഉത്പാദനക്ഷമത എത്രത്തോളം ഉണ്ട്. നമ്മൾ ഏത് പുതിയ സാധനം വാങ്ങിച്ചാൽ അത് പ്രൊഡക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. മനസ്സിലായോ? സെക്കൻഡ് ഫാക്ടർ. ആദ്യത്തെ എന്താണ്, എക്കണോമിക് ഫാക്ടർ. നെക്സ്റ്റ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. നെക്സ്റ്റ് എന്താണ്, ടാക്സ് ലൈഫ്. എന്തായിരിക്കും ടാക്സ് ലൈഫ്? The number of years over which the capital cost can be received back. Tax life, the number of years over which the capital cost can be received back. എന്താണ്, നമ്മള് ഇത്രയും പൈസ കൊടുത്ത് ചെലവാക്കി വാങ്ങിച്ച ഒരു ഉപകരണമാണ് അല്ലെ, അത്യാവശ്യം എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച ഒരു ഉപകരണമാണ്. അപ്പൊ അതിന്റെ ടാക്സ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ചിലവാക്കിയ തുക നമുക്ക് എത്ര വർഷം കൊണ്ട് നമുക്ക് അതിന്റെ മുടക്കിയ ആൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന സാധനം എത്ര വർഷത്തോളം, നമ്മൾ ചിലവാക്കിയ രൂപയിൽ എത്ര വർഷത്തോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് എന്താ ടാക്സ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ എക്സ്റേ മെഷീൻ നമ്മൾ 5000 രൂപ കൊടുത്ത് വാങ്ങിച്ചു, അത് എത്ര നാൾ നിലനിൽക്കും? നമ്മൾ വാങ്ങിച്ച പൈസക്ക് നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗശൂന്യമായിട്ടാണോ, അല്ലെങ്കിൽ നമുക്കത് ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ടാക്സ് ലൈഫ്. ദെൻ ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ്, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്താണ്? ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ഫാക്ടേഴ്സ് ഏതാണ്? നിങ്ങളിപ്പോ ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജ് വാങ്ങിക്കാന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ സ്റ്റാറുകൾ നോക്കാറുണ്ടോ? സ്റ്റാറുകള് 3 സ്റ്റാർ 2 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ കണ്ടിട്ടില്ലേ നമ്മള്? എന്തിനാണ് നമ്മൾ സ്റ്റാർ നോക്കുന്നത്? സ്റ്റാർ നോക്കുന്നത് എന്തിനാ വളരെ? സ്റ്റാർ നോക്കുന്നത് എന്താണ് അതിൽ നിർണ്ണയിക്കുന്നത്? നമ്മള് 5 സ്റ്റാർ ഫ്രിഡ്ജ് അല്ലെങ്കിൽ 5 സ്റ്റാർ മെഷീൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കില്ല. അത് എന്താണ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ എക്സാമ്പിൾ ആണ് പറയുന്നത്. സ്റ്റാർ നോക്കി നമ്മൾ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ക്വാളിറ്റി ഉണ്ട് അല്ലെ? യെസ്, ക്വാളിറ്റി ആണ്. അപ്പൊ എത്ര നാള് അപ്പൊ നമ്മൾക്ക് ആ സ്റ്റാർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇത്രയും നാള് നീണ്ടു നിൽക്കുന്നതാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും അല്ലെ. 5 സ്റ്റാറുള്ള മെഷീൻസ് ആണെങ്കിൽ എന്താണ് നീണ്ടു നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ സ്പെയർ പാർട്സും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അല്ലെ. അതായത് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്ന് നമുക്കത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്പെയർ പാർട്സുകളും ഉണ്ടോന്ന് നമ്മൾ നോക്കും. ഇല്ലെന്നാണെങ്കിൽ എന്താണ് അത് ചിലപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും. അതായത് നമ്മള് ഇത് ഇത്രയും സ്റ്റാർ ഒരു ഉപകരണമാണ്, അപ്പൊ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും മെയിൻ്റനൻസ് ഇതിന് സ്പെയർ പാർട്സ് ഉണ്ടാവും, അത് ആദ്യം നമ്മൾ നോക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇത് സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ ചിലപ്പോ ആ കമ്പനിയിൽ അത് ലഭ്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് നമ്മള് അവരുടെ ഒരു ആവശ്യകത വന്നേക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി കാണുകയാണ് അല്ലെ. യെസ്, അപ്പൊ ഒരു പുതിയ സാധനം വാങ്ങിക്കുന്ന സമയത്താണ് നമ്മളിത് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ക്വാളിറ്റി നോക്കും. ഈ ക്വാളിറ്റിയുള്ള സാധനത്തിന് സ്പെയറുകൾ ലഭ്യമാണോ, കിട്ടിയില്ലെങ്കിൽ നമ്മളിത് പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഒരു ന്യൂ എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, അപ്പൊ ന്യൂ എക്യുപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Next one, potentiality in the existing system. Potentiality in the existing system. And an existing system എന്ന് പറയുന്നത് നമ്മൾ എന്ത് സാധനം വാങ്ങിക്കണേക്ക് മുമ്പ് ഇത് വാങ്ങിക്കേണ്ടതാണോ അല്ലെ, ആവശ്യമുണ്ടോ ഹോസ്പിറ്റലിനത് ചിന്തിക്കാറുണ്ടോ? എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് വെറുതെ പൈസ കളയണോ, അല്ലെങ്കിൽ നമ്മളത് ആവശ്യം പഴയ ഏതെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത്? യെസ്, അത് തന്നെ ഇവിടെ പറയുന്നത്. ഈ മെഷീൻസ് വാങ്ങണം അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയുണ്ടോ, ഈ മെഷീൻ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതാണ് എന്ത്
പൊട്ടൻഷ്യാലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം. ആവശ്യകത ഉണ്ടോ, അത് പുതിയൊരു ഉപകരണത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് നമ്മൾ അവിടെ നിന്ന് നോക്കി കാണുന്നതാണ്. അതൊരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, ഇക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. ഇക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. ഇക്കണോമിക് സർവേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു. പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങുന്ന കമ്പനീസിൽ നമ്മൾ ഒരു സർവേ നടത്തുമെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സപ്ലൈസിനെ വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റഫുൾ ആയിട്ടുള്ള സപ്ലൈസ് ആണോ, നല്ല പ്രൊഡക്ട്സുകളാണോ അവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണോ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൃത്യസമയത്ത് ലഭ്യമാകും, ടൈമിൽ ലഭ്യമാകും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർവേ നടത്തും അല്ലെ? യെസ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്കണോമിക് സർവേ ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനുള്ള ഒരു പുതിയ ഉൽപ്പന്നം തന്നെയാണോ നമുക്ക് കിട്ടുന്നതെന്ന് നമ്മളൊന്ന് സർവേ നടത്തും. ഓക്കെ. യെസ്. പുതിയൊരു ഉപകരണം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിക്കില്ലേ, അത് നല്ലതായിരിക്കും? ഐഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്വേഷിക്കും, നല്ലതാണോ, ഫംഗ്ഷനൊക്കെ ഓക്കെയാണോ, പക്ഷെ എന്റെ പൈസ പോകുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? യെസ്. ചോദിക്കും, മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കും. എന്നിട്ട് കുറച്ച് പേരോട് ചോദിച്ചൊരു ഒപ്പീനിയൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാതിരിക്കും. ഓക്കെ. ആരെങ്കിലും ഒരു ബാഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രമേ ആ സാധനം വാങ്ങിക്കൂ. ഓക്കെ. ദാറ്റ് ഈസ് ഇക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇനി ആ പുതിയ ഉപകരണത്തിന്റെ എക്യുപ്മെന്റിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. എന്താണ് കോസ്റ്റ്? കോസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പർച്ചേസ് കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രൈസ് ഉണ്ടാവും, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രൈസ് വേണം, അതിനെന്ത് ബ്രേക്ക് ഡൗൺ വന്നാലും എന്താണ് കോസ്റ്റ് വേണ്ടത് ആവശ്യമാണ് അല്ലെ? അപ്പൊ അത് മൂന്ന് കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്. ചിലവര് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോ എന്താണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ, അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നന്നാക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ പൈസ വേണം അല്ലെ? പിന്നെ എന്താണ് ഇൻസ്റ്റാളേഷന് വേറെ പൈസ കൊടുക്കപ്പെടും. ഓക്കെ. അതൊക്കെ കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ചില കമ്പനീസ് എന്താണ് കൂടുതൽ എമൗണ്ട് കൂടുതലായിരിക്കും, വന്ന് ചിലപ്പോ ഹോസ്പിറ്റലിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എക്സ്ട്രാ എമൗണ്ടുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മണിക്കൂറിന് ഇത്ര ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു കോസ്റ്റ് കൺസിഡറേഷൻ, അതായത് ഈ പുതിയൊരു ഉപകരണം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം പുതിയൊരു എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടത്. ഓക്കെ. പർച്ചേസ് കോസ്റ്റ് എത്രയായിരിക്കും, ഇനീഷ്യൽ കോസ്റ്റ് എത്രയായിരിക്കും, ഇൻസ്റ്റാളേഷൻ എത്ര വേണം, ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ അതിന് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിന്തിച്ചിട്ടായിരിക്കണം നമ്മൾ ന്യൂ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ പുതിയൊരു ഉപകരണം ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുന്നതിന് മുമ്പുള്ള അതിനെ അഫക്ട് ചെയ്യുന്ന, വാങ്ങിക്കുമ്പോൾ നമ്മൾ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. ഏതൊക്കെയാണ് വരുന്നത്? പേരുകൾ മാത്രം നോക്കാൻ മതി കേട്ടോ. ഇക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ, ടാക്സ് ലൈഫ്, ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഇക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്, കോസ്റ്റ് കൺസിഡറേഷൻസ്. ഓക്കെ. മനസ്സിലായോ? ഏതെങ്കിലും ഉള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പൊ അതനുസരിച്ച് പഠിക്കുക. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു തന്നത് ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ന്യൂ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഇനി അടുത്തത് ഹോസ്പിറ്റലിൽ നമ്മളൊരു പഴയ എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് പർച്ചേസ് ചെയ്യണമെങ്കിലും അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കുന്നത് കേട്ടോ. Done owing to shortage of money or to use the equipment as an experiment. Okay. നമ്മൾ എപ്പോഴാണ് ഈ പഴയ എക്യുപ്മെന്റ്സ് നമ്മൾ വാങ്ങിക്കുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ്? ഒന്നല്ലെങ്കിൽ നമ്മുടെ കയ്യില് എമൗണ്ട് കുറവ് അല്ലെ, പൈസയുടെ ഷോർട്ടേജ് വന്നാല് അല്ലെ, പുതിയത് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലും, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലെ, എക്സ്പീരിയൻസ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വെച്ചത്. യെസ്. ഇപ്പൊ രണ്ട് രീതിയിൽ, ഒന്നില് മണിയുടെ ഷോർട്ടേജ് മൂലം, അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ, എക്സ്പീരിമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതിന്റെ 4 മെയിൻ സോഴ്സസുകളാണ്. അതായത് ഫോർ മെയിൻ സോഴ്സസ് ഫോർ പർച്ചേസിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത് 4 സോഴ്സസിലൂടെയാണ്. ഒന്നെങ്ങനെയാണ്? ഡയറക്ട്ലി ബൈ ഫ്രം ദ ഓണർ. അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പഴയ സാധനം ഡയറക്റ്റ് ആയിട്ട് ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ എന്താണ്
യൂസ്ഡ് ഓൾഡ് എക്യുപ്മെന്റ് ഫോർ ഡീലേഴ്സ്. അതായത് പഴയ സാധനങ്ങള് കൈകാര്യം ചെയ്യുന്ന ഡീലർമാരുണ്ടാവും അല്ലെ, പഴയ ഉപകരണങ്ങൾ വിൽക്കുന്ന ആൾക്കാരില്ലേ, ഇതിനെയാണ് നമ്മൾ യൂസ്ഡ് ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. അല്ലെങ്കിൽ എന്താണ്, പഴയ സാധനങ്ങൾ വിൽക്കുന്ന ബ്രോക്കർ ഉണ്ടാവും, ബ്രോക്കേഴ്സ്, ബ്രോക്കർ എന്ന് അറിയാലോ. പിന്നെ ഓപ്ഷണറീസ്. ആരാണ് ഓപ്ഷണറീസ് എന്ന് പറയുന്നത്? ലേലക്കാർ. പഴയ സാധനങ്ങൾ വിൽക്കുന്ന ലേലക്കാരുണ്ടാവും. ഈ 4 സോഴ്സസിലൂടെ ആയിരിക്കും നമ്മൾ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ പഴയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെ റിസ്ക് ആണ് അല്ലെ. നമുക്ക് എത്രത്തോളം അതിന് വാറണ്ടി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ചിലപ്പോ ചില സാധനങ്ങൾ എന്താണ് ദീർഘനാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിലത് എന്താണ് ഒരു 2-3 യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പൈസ വെറുതെ പോകും. അതായത് എന്താണ്, എന്തെങ്കിലും കേടുപാടായാലും സംഭവിച്ചിരിക്കും. ഇത് വാറണ്ടി ഇല്ലാത്തൊരു സംവിധാനമാണ് അല്ലെ. ചിലത് സാഹചര്യം അത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ പഴയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും 4 സോഴ്സസിലൂടെയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻസ് അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം കേട്ടോ. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ ഓൾഡ് എക്യുപ്മെന്റ് ഡീൽ ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ടായിരിക്കും, ബ്രോക്കർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷണറീസ് അല്ലെങ്കിൽ ലേലക്കാർ. ഇവരുടെ ആളുകളുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ എക്യുപ്മെന്റ്സ്, പഴയ എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ബാക്കിയൊന്നും ആളെടുക്കാം കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.